വി എസിൻ്റെ വിലാപയാത്രയൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. അപ്പോൾ വി എസിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടിയിൽ, അതോടൊപ്പം തന്നെ നമുക്കറിയാം മൂന്നാർ മതികെട്ടാൻ മല ദൗത്യമൊക്കെ ആരുടെ മനസ്സിൽ നിന്നും ആയില്ല. അപ്പോൾ അതിനെ എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയും? അതായത് ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ വി എസ് ഇടപെടുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകൾ പരിസ്ഥിതിയെ മുഴുവനായിട്ട് കൈക്കലാക്കുന്ന എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഭൂമി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു വി എസ് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളത്തിൽ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അത് പ്ലാച്ചിമട വിഷയത്തിൽ, അതായത് ഒരു കൊക്കക്കോള കമ്പനിക്കെതിരായിട്ടുള്ള ആ സമരത്തെ നയിച്ചത് ബി എസ് ആയിരുന്നു യഥാർത്ഥത്തിൽ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഈ നമ്മുടെ ജലമന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയും ഇപ്പോൾ ആൾ ഇലക്ട്രിസിറ്റി മന്ത്രിയൊക്കെയാണ്. അദ്ദേഹത്തിനൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടായത് ആ സമരത്തിലാണ്, പ്ലാച്ചിമട സമരത്തിലാണ്. ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അവിടെ ഒരു ബ്രൂവറി. അപ്പോൾ എന്തായിരുന്നു അന്ന് പ്ലാച്ചിമടയിലെ വിഷയം? പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ധാരാളമായി വെള്ളം ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ട് ആ നാട്ടിൽ ജനങ്ങൾക്ക് കിണറുകളിൽ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, പ്രകൃതിയെ അത്രമാത്രം ദ്രോഹിക്കുന്ന വിഷയം. അതുപോലെ തന്നെ വി എസ് ജിമ്മുമായി ബന്ധപ്പെട്ടുണ്ട്. വി എസ് ആണ് ജിം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റായിട്ട് ബന്ധപ്പെട്ട് പെരിയാറിനെ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ വി എസ് മാത്രമാണ് അതിനെതിരായിട്ട് ആ സംഘടനയ്ക്കുള്ളിൽ വർത്തമാനം പറഞ്ഞത്. പെരിയാറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വി എസ് എറണാകുളത്ത് നടത്തിയ പരിസ്ഥിതി പ്രവർത്തകർ നടത്തിയ പരിപാടിയിൽ, പാർട്ടിയുടെ പരിപാടി അല്ലാതെ തന്നെ നടത്തിയ പരിപാടിയിൽ വി എസ് ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പാർട്ടി അതിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടും വി എസ് അതിന് പോവുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജലം സ്വകാര്യവൽക്കരിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റി ഇല്ലാണ്ടാവാനായിട്ട് പോവുകയാണ്. സ്വാഭാവികമായി അടുത്ത ഘട്ടം പെരിയാറും ഇല്ലാണ്ടായി പോവുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേവലമായിട്ടുള്ള പരിസ്ഥിതി വിഷയമല്ല. കോർപ്പറേറ്റുകൾ ജലവിതരണവും നദികളും സ്വന്തമാക്കി ലാഭകരമാക്കുന്ന ഒരു മുതലാളിത്ത നയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരം വിഷയങ്ങളുണ്ടായത്. അതിനെതിരായിട്ടുള്ള ശക്തമായ, അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് അതിലൊക്കെ നിലപാടെടുക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാറിലെ വിഷയം, മൂന്നാറിൽ ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള എല്ലാ രേഖകളും സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വലിയ എസ്റ്റേറ്റുകളെല്ലാം വലിയ ടാറ്റ അടക്കമുള്ള ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒഴിപ്പിക്കൽ നടപടി, അതായത് ഏതാണ്ട് ഭൂസമരം പോലെ തന്നെ ഈ നേരത്തെ ഈ പട്ടയത്തിന് വേണ്ടിയുള്ള സമരം എങ്ങനെയാണോ CPM നടത്തിയത്, മിച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരം എങ്ങനെയാണോ നടത്തിയത്, അതുപോലെ രാഷ്ട്രീയ പ്രാധാന്യമായിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി CPIയുടെ ഓഫീസിൻ്റെ അവിടെ വന്നപ്പോൾ അത് പ്രശ്നമായി. പിന്നീട് അങ്ങോട്ട് അതൊരു വിവാദമായി. വി എസിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന MM മണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനിയനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉള്ള കാര്യങ്ങൾ, ലംബോദരൻ അദ്ദേഹം കണക്കിന് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വിഷയം വന്നു. നിരവധി ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ. അത് ഇപ്പോഴും രവീന്ദ്രൻ പട്ടയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. നിരവധി കേസുകളുണ്ട്. നമ്മുടെ ഈ MG റോഡിലൊക്കെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി. അതൊന്നും അത്ര സീരിയസ് അല്ല. പക്ഷെ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യം അത് തന്നെയായിരുന്നു. പിന്നെ എവിടെയൊക്കെ പാരിസ്ഥിതികമായിട്ടുള്ള കയ്യേറ്റങ്ങൾ കോർപ്പറേറ്റുകൾ നടത്തുന്ന സമയത്ത് അതിൻ്റെ സമര പോരാളിയായിട്ട്, അപ്പോൾ അതിൽ നമ്മുടെ CR നീലകണ്ഠനും അതുപോലുള്ള ആളുകളൊക്കെ VSനെ സഹായിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരുന്നു ഈ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ 2008 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വരുന്നത്. ഇനി ഒരു പാടവും നികത്താൻ പാടില്ല എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ ഭേദഗതി വരുത്തി 2008 വരെ ഉള്ള നികത്തിയത് റെഗുലറൈസ് ചെയ്യാൻ. ഇപ്പൊ പിണറായി സർക്കാർ 2018 വരെ ആയാലും 2025 വരെ ആയാലും നികത്താൻ അനുവാദം കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ 4 സെന്റുകാർക്കും 2 സെന്റുകാർക്കും 3 സെന്റുകാർ, അപ്പം അത് വലിയ എതിർപ്പുണ്ടാവില്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നെൽവേലില്ലാണ്ടായി, നീർത്തടങ്ങൾ നശിച്ചുപോയി. ഒരു മഴ പെയ്താൽ കേരളം മുങ്ങിപ്പോകുന്ന അവസ്ഥയായി. അതിൻ്റെ ഒരു VS മുന്നോട്ട് വെച്ച ഒരു പാരിസ്ഥിതിക വിഷയം ഇതിൻ്റെ ഗൗരവം കേവലം ഒരു നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ടല്ല, കേരളത്തിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ കടൽ മണൽ ഖനനത്തിനൊക്കെ എതിരെ VS അച്യുതാനന്ദൻ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പം മിണ്ടാൻ പറ്റാതെ കിടക്കുന്ന ഈ സമയം ഇത്തരം ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ഒരു കൈത്ത് സഹായം ഒരു ഭരണപക്ഷത്തിൽ നിന്നും ഒരു പ്രതിപക്ഷത്തിൽ നിന്നും ഇല്ല എന്ന് തന്നെ പറയാം. ആരും പ്രതിപക്ഷത്തു നിന്ന് പോലും ഈ വക വിഷയങ്ങൾ സംസാരിക്കാൻ കേരളത്തിൽ ഇല്ല. VSന്റെ ആ ഒരു അസാന്നിധ്യം ഉണ്ടല്ലോ. പക്ഷേ VS മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കും. നമ്മൾ VS R ബാലകൃഷ്ണ പിള്ളയെ അകത്താക്കിയത് എടമലയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കേസ് ചെയ്ത് അതിൽ ഈ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്കൊക്കെ R ബാലകൃഷ്ണ പിള്ള നിസ്സാര പൈസ കൈക്കൂലി വാങ്ങിയിട്ട് ടെൻഡർ കൊടുത്തിട്ടേ ആ ടെൻഡർ പൂർത്തീകരിക്കാൻ പറ്റാതെ തിരിച്ചെടുത്ത് കോടികളുടെ നഷ്ടം KSEBക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ലളിതമായ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അച്ഛാ ഞാനൊരു സ്വർണ്ണ കൊലുസ് വാങ്ങട്ടെ, മകൾ ചോദിച്ചതാണ്. അപ്പോൾ നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ്, അത് ഓർത്തുകൊണ്ട് കൊലുസ് വാങ്ങിക്കുകയോ ഇടുകയോ ചെയ്യാമെന്ന് പറഞ്ഞ അച്ഛൻ എന്നാണ് മകൾ ആശ പറയുന്നത്. അതെ, അത് തന്നെയായിരുന്നല്ലേ EMS. നമുക്ക് അങ്ങനെയുള്ള ആളുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ EMSന്റെ കാലമല്ല VS ജീവിച്ചു മരിച്ച കാലം. ഈ കാലഘട്ടത്തിൽ CPMന്റെ എല്ലാ നേതാക്കന്മാരും വലിയ കാറുകളിലും വലിയ സുഖസൗകര്യങ്ങളിലും ജീവിക്കാൻ ആഗ്രഹിക്കുകയും അവരുടെ സ്വത്തിന്റെ അളവ് തന്നെ ക്രമാതീതമായി വർദ്ധിക്കുകയും ആ സ്വത്തൊന്നും അളന്നെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലാതിരിക്കുകയും പാർട്ടിയുടെ തന്നെ സ്വത്തുക്കൾ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് VS ലളിതമായി ജീവിച്ചത് എന്നത്. അതേസമയം VSന് കളങ്കുണ്ടാക്കിയ ഒരാൾ VSന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. VSന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അമിത ലാളിത്യം VS കാണിച്ചിട്ടുണ്ട്. പിന്നെ VS ആലപ്പുഴ സമ്മേളനം നടക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് VSനെ സംബന്ധിച്ച് സംഘടനാപരമായി പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും VSന് സംഘടനാപരമായി വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു വിഷയം അതാണ്. പക്ഷെ വേറെ ആരായിരുന്നെങ്കിലും പിന്നീട് ആ പാർട്ടിയിൽ ഉണ്ടാവില്ലായിരുന്നു. VS ആയതുകൊണ്ട്. പക്ഷെ അത് അവരെ സംബന്ധിച്ച് VSനെ ഒഴിവാക്കി ആ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം സംഘടനാപരമായി VS അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ VSന് പിന്നെയും കുറെ കാലം ജീവിക്കാനും കഴിയുമായിരുന്നു. കാരണം അതിനുശേഷം VS പരിപൂർണമായും ഈ ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് മാറി VS അധികാരത്തിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറിയതാണ് VSനെ ക്ഷീണിപ്പിച്ചത്, ശാരീരികമായി മാനസികമായി. ഒറ്റപ്പെടുമ്പോൾ മനുഷ്യർ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി. അതേസമയം പൊതു രംഗത്ത് നിന്നിരുന്നെങ്കിൽ VSന് ഈ 2011 തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ VSനെ മുന്നിൽ നിർത്തി പാർട്ടി നയിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ തുടർ ഭരണം പാർട്ടിക്ക് കിട്ടിയതായിരുന്നു. അല്ല, അതിന് കഴിഞ്ഞ പ്രാവശ്യവും VSന് മുൻനിർത്തിയാണല്ലോ ആദ്യ പിണറായി ഭരണത്തിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് VSനെ ഒഴിവാക്കി. ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് VSനോട് ചെയ്തത് ഭയങ്കര തെറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണപരിഷ്കാരവും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവസാനം നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുള്ള ആളുകളുടെ ഫ്ലൈറ്റ് ചാർജ് സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കറിയാലോ, ഈ ആളുകളൊക്കെ എല്ലാം സർക്കാരിൽ നിന്ന് എഴുതി, കണ്ണടയുടെ പൈസ പോലും സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള അനീതി VSനോട് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരികയാണ്. VSന്റെ ഈ ബോഡി ഉണ്ടല്ലോ, അത് ആളുകൾക്ക് കാണാൻ ഈ ജനം വലിയ രീതിയിൽ തടിച്ചു കൂടുന്നത് കണ്ട് ആവശ്യത്തിന് ഇപ്പം എറണാകുളത്തൊക്കെ ആ ബോഡി വെക്കാമായിരുന്നു. ധൃതി പിടിച്ച് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുപോവുകയും പിന്നെ ആ ഓർമ്മകൾ ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് തോന്നും ഈ കാര്യങ്ങൾ. എറണാകുളം അദ്ദേഹത്തിന്റെ ഒരു തട്ടകമായിരുന്നല്ലോ. അത് തീർച്ചയായിട്ടും എറണാകുളത്ത് ഒരു പൊതുദർശനം വേണമായിരുന്നു. കാരണം വടക്കു നിന്നുള്ള ആളുകൾക്ക്, ഇന്നലെ രാത്രി മരിച്ച ഒരാള്, അദ്ദേഹത്തിന് കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ ആളുകൾക്ക് വന്ന് കാണാൻ കഴിയാത്ത നിലയിൽ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഉച്ചയോടെ തന്നെ മാറ്റുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ വീട്ടിലേക്ക് മകന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോ തന്നെ കണ്ണൂർ ലോബി അനാവശ്യമായി MV ജയരാജന്റെ ആ അനൗൺസ്മെന്റ് ഒക്കെ തെറ്റായ രീതിയായി പോയി. അദ്ദേഹത്തിന് ഒരു റോളും ഇല്ലാത്ത ഒരു കാര്യത്തിൽ അത് ഒക്കെ അനാദരവാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളം
അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലോ CPM എന്ന നിലയിലോ അല്ല BSനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. മഞ്ജു വാര്യർ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടോ CPMകാരായതുകൊണ്ടല്ലോ. എത്ര കറക്റ്റായിട്ടുള്ള ഒരു അനുശോചന സന്ദേശമാണ് മഞ്ജു വാര്യർ ഇട്ടേക്കുന്നത്. അപ്പൊ അത്തരം സ്ത്രീകൾ വരെ ഞാൻ പറഞ്ഞു കെക്കരമ്മയ്ക്ക് വേറെ അവർ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അവർക്കൊരു ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അതിന്റെ ഇതില്ല. പക്ഷെ അവര് പോലും അദ്ദേഹത്തിനെ എത്രമാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ആ കാലിലെ മുറിവ് മഞ്ജു വാര്യർ ഓർമ്മപ്പെടുത്തി എന്ന് പറയുന്നത് നിസ്സാരമായ പൊളിറ്റിക്സ് അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.